ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ടെ കൈരളി ശ്രീ ARC കോർണേഷൻ തിയേറ്ററുകളിൽ നടക്കുന്ന മേഖലാ ചലച്ചിത്ര മേള ഇന്ന് സമാപിക്കുകയാണ്. പ്രേക്ഷകരുടെ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറിയ മേളയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒട്ടനവധി ചിത്രങ്ങൾ എത്തുകയുണ്ടായി. തുറന്ന ചർച്ചകളിലൂടെയും ചലച്ചിത്ര ആസ്വാദകരുടെ വിലയിരുത്തലുകളിലൂടെയും ഗൗരവമുള്ള സിനിമയെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെയാണ് ഈ ദിവസങ്ങളിൽ തിയേറ്റർ പരിസരങ്ങളിലെല്ലാം കാണാൻ കഴിഞ്ഞത്. ചലച്ചിത്രമേളയിൽ പങ്കെടുത്ത അനുഭവങ്ങളും മേളയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ ആർട്ട് കഫേ. മേളയിൽ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഘർഷഘടന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൃശാന്ത്. ഞാൻ കൃശാന്താണ്. ഞാനിപ്പോൾ കാലിക്കറ്റ് RIFFKയുടെ സ്പേസിൽ നിന്നാണ്. എൻ്റെ ഒരു ഫിലിം ഇവിടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു, സംഘർഷഘടന, ആർട്ട് ഓഫ് വാർഫെയർ എന്ന് പറയുന്നത്. അതിന് നല്ലൊരു ക്രൗഡും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും ഉണ്ടായിരുന്നു. ഫിലിം ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്, അതേസമയം തന്നെ RIFFKയിലും വരുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡ്രീം റൺ ഫോർ മീ. ദാറ്റ് ഈസ് അങ്ങനത്തെ സിനിമകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിലും അതിന് ആൾക്കാർ റിസീവ് ചെയ്യാൻ കാണും, RIFFKയിലും കാണും. RIFFKയും IFFKയും ചലച്ചിത്ര അക്കാദമിയുടെ അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് എ ഗുഡ് സ്പേസ് ഫോർ ഗുഡ് ഇന്ത്യൻ സിനിമ, ഗുഡ് ഇൻ്റർനാഷണൽ സിനിമ, ഗുഡ് ഇൻഡി സിനിമ ഒക്കെയാണ്. അപ്പോൾ അത് വീണ്ടും വിജയകരമായിട്ട് അവർ ചെയ്യുന്ന കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ നമ്മളെപ്പോലുള്ള ഫിലിം മേക്കേഴ്സിനെ ഉൾക്കൊള്ളുന്നതിലും വി ആർ വെരി ഹാപ്പി. ഐ ഹോപ്പ് ദിസ് കണ്ടിന്യൂസ് ദ വേ ഇറ്റ് ഈസ്. ഇതേപോലെ തന്നെ ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കോഴിക്കോട്ടെ മിനിമൽ സിനിമ ഫിലിം സൊസൈറ്റിയുടെ സംഘാടകനും ചലച്ചിത്ര സംവിധായകനുമായ പ്രതാപ് ജോസഫ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സിനിമാ വിഭാഗത്തിലുള്ള മുഴുവൻ സിനിമകളും ഇതിലുണ്ട്. 14 മലയാള സിനിമകൾ ഈ പാക്കേജിലുണ്ട്. കേരളത്തിലുണ്ടാവുന്ന ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയായിട്ട് ഈ റീജിയണൽ ഫെസ്റ്റിവലുകൾ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മറ്റ് നഗരങ്ങളിലേക്ക് കൂടി ഈ റീജിയണൽ ഫെസ്റ്റിവൽ വ്യാപിപ്പിക്കണം. എന്നാലേ ഇപ്പം നമുക്കറിയാം IFFKയിൽ എല്ലാവർക്കും പോയി സിനിമ കാണാൻ കഴിയില്ല. മാത്രമല്ല ഭയങ്കര തിരക്കുമാണ്. കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സിനിമ കാണിക്കാനും കഴിയുന്ന സൗകര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഗവൺമെൻറ് തിയേറ്ററുകളുണ്ട്. ഇനി ഗവൺമെൻറ് തിയേറ്റർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള തിയേറ്ററുകളായാലും വിലക്കെടുത്തുകൊണ്ട് ഇതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെങ്കിലും, ഗ്രാമീണ മേഖലയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട നഗരങ്ങളിലെങ്കിലും റീജിയണൽ ഫെസ്റ്റിവലുകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മുൻപൊക്കെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആളുകൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ IFFKയിലായാലും ഇപ്പോൾ വിക്ടോറിയ പോലെയുള്ള സിനിമകൾ, ഇപ്പോൾ ഇവിടെ ആയാലും പങ്കമാൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ സിനിമയായാലും മലയാള സിനിമയായാലും ഇന്ന് ലോക സിനിമകൾ പോലെ തന്നെയാണ് കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ പരിഗണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല പ്രതികരണമാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഷോകൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ മുഴുവൻ ഇൻഡിപെൻഡൻറ്റ് സിനിമയെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ സിനിമാ സാക്ഷരത വളരെ കൂടിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടും പിന്നെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറുപ്പക്കാർ മൊബൈലിലടക്കം സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും കേരളത്തിൽ ശരിക്കും ഒരു 50 മുതൽ 75 വരെ ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിലെ മികച്ച സിനിമകൾക്ക് പോലും പലപ്പോഴും ഫെസ്റ്റിവലുകൾ ഇടം കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ചലച്ചിത്ര മേളകളിൽ വേണമെങ്കിൽ IFFKയിൽ തിരഞ്ഞെടുക്കാത്ത സിനിമകളും വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പ്രാദേശികമായിട്ടുണ്ടാകുന്ന സിനിമകളെയൊക്കെ ഇത്തരം ഫെസ്റ്റിവലുകൾ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടാനും അത് കാരണമാവും. നടൻ വിജയൻ കാരന്തൂർ. അപ്പോൾ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഫെസ്റ്റിവൽ, ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ആയാലും അല്ലാതെ ഇവിടെയുള്ള ഫിലിം ക്ലബ് സൊസൈറ്റികൾ ചെയ്യുന്ന ഫെസ്റ്റിവലിനൊക്കെ നല്ല നല്ല റെസ്പോൺസാണ്. കാരണം അത്രയും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ കോഴിക്കോടുണ്ട്. നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ. അപ്പോൾ അവർക്ക് കിട്ടിയൊരു വലിയൊരു സുവർണാവസരമാണ് ലോക സിനിമയിലെ ഏറ്റവും നല്ല ട്രെൻഡുകളെക്കുറിച്ച് മനസ്സിലാക്കാനും ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, ഏറ്റവും നല്ല ക്രാഫ്റ്റുള്ള സിനിമകൾ, ഏറ്റവും നല്ല രീതിയിൽ സംവേദിക്കുന്ന സിനിമകൾ, അതൊക്കെ കാണാനുള്ളൊരു വലിയൊരു സുവർണാവസരമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു റീജിയണൽ IFFK. ഒരു ആളുകളുടെ ഒരു പ്രാതിനിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചലച്ചിത്രോത്സവമാണ് ഈ പ്രാവശ്യത്തേത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ യൂറോപ്യൻ യൂണിയൻ ഫിലിം ഫെസ്റ്റിവലും വിമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന് ഇനിയും ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകൾ കിട്ടണം. അങ്ങനെ ലോക സിനിമകൾ ഇന്നലെയൊക്കെ കണ്ടിട്ടുള്ള ചില സിനിമകൾ, ഇപ്പോൾ ഗേൾ വിത്ത് നീഡിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീര സിനിമകൾ, എൽബോ പോലുള്ള സിനിമകൾ, ഇവിടുത്തെ ഉദ്ഘാടന ചിത്രമായിട്ടുള്ള അതൊക്കെ തരുന്നൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു നടൻ എന്ന രീതിയിൽ
എന്നെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ക്യാരക്ടറൈസേഷൻ, അതിലുള്ള നടന്മാരുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ, നടീനടന്മാരുടെ ഡെഡിക്കേഷൻ, അതൊക്കെ നമുക്ക് വളരെ പ്രചോദനം തരുന്നൊരു സംഭവമാണ്. എന്തുകൊണ്ടും ഏറ്റവും വലിയ ലാഭമാണ് ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാന ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒക്കെ സംഘാടകൻ്റെ സ്ഥാനത്ത് വേണുവേട്ടനുണ്ട്. അപ്പോൾ വേണുവേട്ടനാണ് ഒരുപാട് സിനിമകൾ കോഴിക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തിയത്. അശ്വിനി ഫിലിം സൊസൈറ്റി, വേണുവേട്ടൻ അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു ഫാമിലിയൊക്കെ ഉണ്ടാകുന്നത് അവസാന കാലത്താണ്. മാത്രമല്ല മലയാളത്തിലുള്ള ഒരുവിധം സിനിമകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച വേണുവേട്ടനാണ്. വേണുവേട്ടൻ വലിയൊരു സംഘാടകൻ. അദ്ദേഹം യാതൊന്നും കാക്ഷിക്കുന്നില്ല, കയ്യിൽ നിന്ന് പോവാന്നല്ലാതെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ക്രൈസാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഭ്രാന്ത് പോലുള്ള ഒരു സംഭവം. അപ്പോൾ ആ വേണുവേട്ടനെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് തോന്നുന്നത്. നടൻ സന്തോഷ് കീഴാറ്റൂർ. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ ഡെലിഗേറ്റ്സുകൾ വന്നത്, പ്രത്യേകിച്ചും സ്റ്റുഡൻസും. 1500-ലധികം രജിസ്ട്രേഷൻ നടന്നു. അതുതന്നെ ഒരു വലിയ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ IFFKയിൽ മികച്ച അഭിപ്രായം നേടിയ മലയാളം സിനിമയും ഇന്ത്യൻ സിനിമയും വേൾഡ് സിനിമയും അടക്കമുള്ള 58 സിനിമകളുടെ പാക്കേജാണ്. കോഴിക്കോട് ഏത് പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാലും സാന്നിധ്യം കൊണ്ട് എപ്പോഴും ആ പരിപാടി ഗംഭീരമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ റീജിയണൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2025 വൻ വിജയത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള സിനിമകളും സംഘാടന മികവും എല്ലാം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഈ ഒരു ഫെസ്റ്റിവൽ. തുടർന്നും ഈ ഫെസ്റ്റിവൽ കോഴിക്കോടിൻ്റെ നഗരത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഫെമിനിച്ചി ഫാത്തിമയിൽ വേഷമിട്ട പുഷ്പ, വിജയ് വിശ്വനാഥ്, ആകാശ് എന്നിവർ ആകാശവാണിയോട്. IFFKയിൽ ഒരു വലിയ റെസ്പോൺസ്, ആളുകൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ, നിലത്ത് പോലും ഇരിക്കാൻ സ്ഥലമില്ലാതെ അതിലേറെ ആളുകൾ പുറത്ത് നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഫെമിനിച്ചി ഫാത്തിമയിൽ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരും തന്നെ ഇല്ല. പക്ഷേ എന്നിട്ടും അതിലെ ഓരോരുത്തരെയും ആളുകൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ഒപ്പം വന്ന് ഫോട്ടോ എടുക്കുന്നു, നിങ്ങൾ ഫെമിനിച്ചി ഫാത്തിമയിലെ ആർട്ടിസ്റ്റുകളല്ലേ എന്ന് ചോദിക്കുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഫാത്തിമയുടെ അമ്മായിമ്മയായിട്ടും ഉസ്താദിൻ്റെ ഉമ്മയായിട്ടുമാണ് എൻ്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഒരു യാഥാസ്ഥിക കുടുംബത്തിലെ ഒരു അമ്മായിയമ്മ. ഫെമിനിച്ചി ഫാത്തിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം സ്ത്രീകൾ സ്വതന്ത്രമാവാൻ പ്രത്യേകിച്ചൊരു ലഹളകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവർക്ക് തന്നെ കഴിയുന്നതാണ് എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ളൊരു വഴി അവർക്ക് വെട്ടിത്തെളിച്ചെടുക്കാൻ കഴിയും. ജീവിതം കുറച്ചുകൂടി ആസ്വദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് തന്നെ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന രീതിയിലുള്ളതൊന്നുമില്ലാതെ സ്വന്തമായിട്ട് എങ്ങനെ ജീവിതത്തിനെ നോക്കിക്കാണാൻ കഴിയും, അതിലൂടെ എങ്ങനെ സ്വാതന്ത്ര്യം നേടാൻ കഴിയും, അതിലൂടെ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്നുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു സന്ദേശം. നമ്മളൊന്നുമല്ല എന്ന് തോന്നുന്ന ഒരു സ്ത്രീക്ക് പോലും എനിക്ക് ചിലതൊക്കെ നേടാൻ കഴിയും, എനിക്കും ചിലതൊക്കെ ആവാൻ കഴിയും എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ വലിയൊരു സന്ദേശം നൽകുന്നൊരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. എൻ്റെ പേര് വിജയ് വിശ്വനാഥ് എന്നാണ്. നല്ല ഒരു കഥാപാത്രം തന്നെയാണ്. ഫാത്തിമേനെ ഫെമിനിച്ചി ഫാത്തിമ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 99% കാരണം ഞാനെന്ന സൂറാത്ത എന്നാണ് പേര് ഒരാൾ തന്നെ ആയിരിക്കും. ഫെമിനിസത്തിൻ്റെ ഒരു ലോവർ ലെവലേ ഇതിൽ കാണിക്കണുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. പക്ഷെ അത് നല്ലൊരു നർമ്മത്തിലൂടെ നല്ലൊരു രാഷ്ട്രീയം കൂടി പറയുന്ന ചർച്ചാ വിഷയമാവുന്നൊരു കഥയാണ്. അഭിനയിക്കുമ്പോഴുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഫാസിൽ മുഹമ്മദാണ് ഡയറക്ടർ. അപ്പോൾ ഫാസിലിൻ്റെ തന്നെ ഒരു ട്യൂഷൻ വീട് എന്നുള്ള വെബ് സീരീസ് ഉണ്ടായിരുന്നു. അതിലെ മോനുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പേടി ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പിന്നെ ഫെമിനിച്ചി ഫാത്തിമയുടെ ഷൂട്ട് തുടങ്ങി കഴിയണ വരെയും നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുമ്പോഴാണ് നമുക്ക് അറിയണത് ഇത് ഇത്രയും വലിയൊരു സംഭവമായി എന്നുള്ളത്. അവിടെ ഓരോ നിമിഷം ഓരോ ഷോട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും അറിയണില്ല. എല്ലാവരും നല്ല സൗഹൃദപരമായി ഒരു തമാശയ്ക്ക് രൂപത്തിൽ അങ്ങനെ എടുത്തു പോയൊരു സിനിമ ഇത്രയും വലിയൊരു ആളുകൾ ഏറ്റെടുക്കുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമാണ്. എൻ്റെ പേര് ആകാശ്. ഞാൻ ഇപ്പോൾ +1 നാട്ടിൽ കൊടുമുണ്ട പറഞ്ഞ സ്ഥലത്താണ്. ഫാസിൽ ഖാനെ ചെയ്തൊരു വർക്കാണ് ട്യൂഷൻ വീട്. അതിലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ അങ്ങനെ സിനിമയുണ്ട് പറഞ്ഞപ്പോൾ എന്നെയും കൂടി ആക്കി എടുത്തു. മുത്തു എന്നാണ് പേര് കൊടുത്തിരുന്നത്. ഞാൻ ഫാത്തിമയുടെ മകനായിട്ടാണ്. മകൻ്റെ പ്രവൃത്തി അതങ്ങനെ വലുതായിട്ട് വേറെ പ്രശ്നങ്ങളിലേക്ക് മാറുന്നു. സ്കൂളിലായാലും പിന്നെ ഞാൻ ജനിച്ച നാട്ടിലായാലും എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. സിനിമയിൽ അഭിനയിച്ചു, അതും ഈ സിനിമയ്ക്ക് ഇത്ര അവാർഡുകൾ കിട്ടി അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കൊരു അഭിമാനം. പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു അഭിമാനം.
ഞങ്ങളെ എങ്ങനെ ആക്കിയത് ഫാസിലിക്കയാണ്. ആളോട് ഭയങ്കര നന്ദി തോന്നി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവപ്രസാദ് പി തന്റെ മേളയനുഭവങ്ങൾ പങ്കിടുന്നു. കോഴിക്കോടിന് സിനിമയുടെ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. നമ്മൾ സാഹിത്യനഗരം എന്നൊക്കെയുള്ള നിലയ്ക്കാണ് കോഴിക്കോടിനെ പറയാറുള്ളതെങ്കിലും കോഴിക്കോട് സിനിമക്കാരുടെ ദാമോദരനടക്കമുള്ള അനവധി സിനിമക്കാരുടെ ഒരു സവിശേഷമായ ഇടം കൂടിയാണ്. കൂടുതൽ മലയാളം സിനിമകളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഫെമിനിച്ചി, ഫാത്തിമ അടക്കമുള്ള സിനിമകളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി കണ്ടത്. പക്ഷേ പ്രശാന്തിൻ്റെ സിനിമകൾ പോലെ, ഇപ്പോൾ സംഘർഷഘടന പോലുള്ള സിനിമകൾ ചിലത് പേഴ്സണലി എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫെമിനിച്ചി, ഫാത്തിമ വളരെ രസകരമായൊരു അനുഭവം തന്നു. അതുപോലെ ബ്ലാക്ക് ഡോഗ് പോലുള്ള സിനിമകൾ. മൊത്തത്തിൽ നമ്മളെപ്പോലെ സിനിമ പഠിക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിരുചികളെയും വ്യത്യസ്ത കാലദേശങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന സിനിമ പറയാതെ പറയുന്ന പൊളിറ്റിക്സിനെയും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അഫ്ഗാൻ്റെ, ഇറാൻ്റെയൊക്കെ സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് ഇറാൻ സിനിമകളെല്ലാം തന്നെ ഇത്തവണ വളരെ പ്രധാനപ്പെട്ട സെലക്ഷനുകളായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ച്. മറ്റൊരു കാര്യം, പ്രാദേശിക സിനിമകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടുന്നു എന്നുള്ള. മലയാളം സിനിമകൾ ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. ചെറിയ സിനിമകൾക്ക് ഒരുപക്ഷെ കൂടുതൽ സ്പേസ് കിട്ടുന്നു. ഇപ്പം ഫാത്തിമ നിറഞ്ഞ സദസ്സിലാണ് കളിച്ചത്. കോഴിക്കോട് അത് കളിക്കേണ്ടതാണ്, കോഴിക്കോട് അത് കാണേണ്ടതാണ് എന്ന് ഞാൻ നേരത്തെ അതിനെപ്പറ്റി അറിയുന്ന സമയത്തൊക്കെ ആലോചിച്ചിരുന്നു. അതിപ്പോൾ ഇന്നാണ് സാധ്യമായത്. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, മലയാള സിനിമയുടെ ഒരു പുതിയ കാലം യുവാക്കളുടെ കയ്യിൽ വളരെ ശക്തമായും ഭദ്രമായുമാണ് ഉള്ളത് എന്നാണ്. പല പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ പുതിയ കുട്ടികൾ സിനിമ ചെയ്യുന്നത്. നമുക്ക് കണ്ടാലറിയാം, അവർ വളരെ ചെറിയ തുകയാണ് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയ വലിയ സ്റ്റാറുകളെ അവർ മാറ്റി നിർത്തുന്നു. കാലിബറുള്ള ധാരാളം പേർ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാറുകളുടെ മാത്രം പടം പോരാ, നമുക്ക് ചെറിയ പടങ്ങൾ ധാരാളം ആവശ്യമുണ്ട്. പുതിയ തലമുറയ്ക്ക് ധാരാളം കാര്യങ്ങൾ സിനിമയിലൂടെ പറയാനുണ്ട്. പ്രമേയം മാത്രമല്ല, അവരുടെ വിഷ്വൽ സെൻസ്, അവരുടെ ഒരു എസ്തെറ്റിക് സെൻസൊക്കെ ആ നിലയ്ക്ക് വളരെ കൗതുകമുള്ളതും നമുക്കൊരു പുതിയ സെൻസിബിലിറ്റിയെ വാഗ്ദാനം ചെയ്യുന്നതാണ്. ഇപ്പം റിപ്റ്റേഡ് പോലുള്ള സിനിമകൾ നമ്മൾ നേരത്തെ കണ്ടു. ക്യാമ്പസ് സിനിമ എന്നൊക്കെ പറയാവുന്നൊരു സിനിമയാണ് അത്. പക്ഷേ ഒരു ക്യാമ്പസിൽ നിന്നാണ് വളരെ ക്വാളിറ്റിയുള്ള ഒരു മേക്കിംഗ് വരുന്നത് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ വിഷ്വലൊക്കെ നമ്മളൊരു ഹോളിവുഡ് സിനിമയുടെ വിഷ്വലിനോട് കിടപിടിക്കുന്ന വിധത്തിൽ നല്ല കളർ ഗ്രേഡും നല്ല സിങ്ക് സൗണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജിയൊക്കെ വളരെ നന്നായി ഉപയോഗിച്ചുകൊണ്ട്, പാത്തൊക്കെ വരുന്ന സമയത്ത് പാത്തിനെക്കുറിച്ച് വേറെ രീതിയിൽ പറയും. പാത്ത് അതിൻ്റെ പ്രമേയത്തെ തന്നെ രൂപീകരിക്കുന്നതിൽ നിർണായകമായി AI സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കുന്നു എന്നുള്ള. നമുക്ക് മാറി ചിന്തിക്കേണ്ടതുണ്ട്, നമുക്ക് മാറി നടക്കേണ്ടതുണ്ട്. സിനിമയെ അതിൻ്റെ ഒരു ആ പൊളിറ്റിക്കൽ ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് ഞാൻ സിനിമ എപ്പോഴും അങ്ങനെയാണ് കാണുക. സിനിമയ്ക്ക് മാത്രമുള്ളൊരു സവിശേഷമായ ശക്തി അത് യൂണിവേഴ്സലായ ഒരു ലാംഗ്വേജ് കൊണ്ട് വളരെ ശക്തമായി രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഫെസ്റ്റിവൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇതുവരെ തന്നതെന്ന് പറയട്ടെ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ കോഴിക്കോട് മേഖലാ കോർഡിനേറ്റർ നവീന വിജയൻ. ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അത് ഏതൊക്കെ തരത്തിൽ അതിനെ അപ്ലൈ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിം സൊസൈറ്റി മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കാം, അവർക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരം കൾച്ചർ ഇടങ്ങളിൽ അവരുടെ സ്പേസ് അതുകൂടി ചേർത്ത് വെക്കുക എന്നുള്ള അതിയായ ആഗ്രഹം സക്സസ് ആയ ഒരു സമയമാണിത്. ഒരു 2-3 മാസം മുൻപ് ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി എനിക്ക് കോഴിക്കോട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലുള്ള ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ജെൻഡർ ഈക്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മളോടൊപ്പം നമ്മളെല്ലാവരും ഒരേ മനുഷ്യത്വപരമായ രീതിയിൽ ഒരുമിച്ച് ചേർന്ന് കൾച്ചറൽ ഇടങ്ങളിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഫിലിം സൊസൈറ്റി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ ട്രാൻസ്മുദ്ര ഫിലിം സൊസൈറ്റി എന്ന പേരിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നടക്കുന്ന RIFFKയിൽ ട്രാൻസ്മുദ്ര ഫിലിം സൊസൈറ്റിയുടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ട്രാൻസ്മുദ്രയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ചേഞ്ച് നമുക്കിവിടെ വരുത്താനും ജെൻഡർ ഈക്വാലിറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ ശക്തമായി എല്ലാ മേഖലകളിലും എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതും അതിന്റെ സാരഥിയാകാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ചലച്ചിത്ര പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് അനുഭവപ്പെട്ടത്. ട്രാൻസ്മുദ്ര ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകയായ നസ്രിയ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് നസ്രിയ, കോഴിക്കോട് നിന്നാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചതാണ് ഞങ്ങൾ കോഴിക്കോട്. 1 year ആയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ RIFFKയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടിയതിൽ
വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കരുതാൻ പറ്റും. എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ട്രാൻസ് മുദ്ര ഫിലിം സൊസൈറ്റിയുടെ അംഗങ്ങളാണ്. ഇവിടെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് നവീന മാമാണ്. ഇതിലെത്തിപ്പെടാൻ പറ്റിയതിന് ഞങ്ങൾ ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള പ്രേക്ഷകൻ അനന്തു മോഹൻ. ഇവിടുത്തെ ക്യൂറേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഷെഡ്യൂൾ വർക്കുകൾ നോക്കുകയാണെങ്കിൽ മലയാള ഫിലിംസിന് ഒരുപാട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. KFDC ഫണ്ട് ചെയ്ത പടങ്ങൾ അല്ലാത്ത മീൻസ് IFKൽ ഉണ്ടായിരുന്ന മലയാളം ടുഡേയിലെ ഓൾമോസ്റ്റ് ഫിലിംസ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ 1, 2, 3 പടങ്ങൾ മാത്രമേ ഉള്ളൂ. റെട്രോസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അങ്കൂർ ഒരു പടം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ അവർ കുറച്ച് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ റീജിയണൽ ഫെസ്റ്റിവലിൽ കൂടുതലും വരേണ്ടത് മലയാള സിനിമകൾ ഇന്നല്ലെങ്കിൽ നാളെ OTTയിൽ ഇറങ്ങും. തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മാൻഡേറ്ററി സാധനമാണ്. എന്നാലും കുറേ കൂടി റെട്രോസ്പെക്റ്റീവുകൾക്ക് കുറച്ച് ഫോക്കസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം നന്നായിരുന്നേണം. അതും അല്ല, നമ്മുടെ IFKൽ കളിച്ചിട്ടുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലുള്ള ഇന്റലക്ച്വലൈസ് ചെയ്യപ്പെടുന്ന കുറച്ച് പടങ്ങളുണ്ട്. ഹൈപ്പർബോറിയൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് പടങ്ങൾ, അതിനൊക്കെയുള്ള ഒരു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഫെസ്റ്റിവൽ ക്രൗഡ് പുള്ളിംഗ് ആയിട്ടുള്ള മീം മറിയൻ 26 അദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, ഹ്യൂമൻ, അങ്ങനെ കുറച്ച് കഴിഞ്ഞ വർഷം പോപ്പുലർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ദ സാക്രഡ് ഫിഗ്, മൈ ഫേവറേറ്റ് കേക്ക്, ഇതൊക്കെ കഴിഞ്ഞ ഇന്ത്യൻ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ബിഫസ് എടുത്തു കഴിഞ്ഞാലും കിഫ് എടുത്തു കഴിഞ്ഞാലും IFK എടുത്തു കഴിഞ്ഞാലും എല്ലാം പോപ്പുലർ സാധനങ്ങളായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്സിംഗ് അനിമേഷൻ മാത്രമേ ഉള്ളൂ. കണ്ടതിൽ കൊള്ളാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹൈപ്പർബോറിയൻസ് ഒരു ആർട്ട് ഹൗസ് ഫിലിമാണ്. പിന്നെ ഒരു ഫെസ്റ്റിവൽ മോഡിലേക്ക് വരുവാണെങ്കിൽ ഗുവാൻ ഹോൻ്റെ ബ്ലാക്ക് ഡോഗ് എന്ന് പറഞ്ഞൊരു ചൈനീസ് പടം, അതും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓസിലേറ്റിംഗ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമുണ്ട്. സിനിമ എന്ന് പറഞ്ഞൊരു സങ്കേതത്തെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർബോറിയൻസ് എന്ന് പറയുമ്പോൾ മിക്സിംഗ് ഓഫ് ആർട്ടാണ്. അതിനകത്തില്ലാത്ത സാധനമൊന്നുമില്ല. ഒരു കംപ്ലീറ്റ് സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മാൻ വിത്ത് മൂവി ക്യാമറ എന്നൊക്കെ പറയുന്ന കണക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കാണിച്ച് ചെയ്യാം. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, ഇല്ലാത്തൊന്നുമില്ല. സങ്കേതങ്ങളുടെ സങ്കേതം. അപ്പോൾ ടുഡേ സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പടം ഇവിടെ കാണിക്കാറുള്ളൂ. ബാക്കിയെല്ലാം ടുഡേ സിനിമകളല്ല, ബാക്കിയുള്ള പടത്തിൻ്റെ റീറ്റെയിലിംഗ് മാത്രമാണ്. നമ്മൾ 70 കളഞ്ഞ പടമാണ് വീണ്ടും ഒരു റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇന്ത്യൻ ഫിലിമുണ്ട് സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞിട്ട്, സുഭദ്ര മഹാജനുണ്ട്. അതും അത്യാവശ്യം രസമുള്ള ഒരു പടമാണ്. പിന്നെ കൃഷാന്തിൻ്റെ ഫിലിമുണ്ട് ആർട്ട് ഓഫ് വാർഫെയർ. അതൊരു ബ്ലെൻഡ് ഫിലിമാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഈ IFFK കണക്കുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം സിനിഫൈൽസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ കുറേ കൂടി ഇൻ്റലക്ച്വലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനം. ഏതൊരു സാധനം എടുത്തു കഴിഞ്ഞാലും അതിതാണ് അല്ലെങ്കിൽ അലിഗോറിക്കലായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ പുള്ളി ഒരു സാധാ ഒടിയൻ കണക്കൊരു പടമാണ്. മീൻസ് ടെക്നിക്കാലിറ്റിയിൽ ബ്രില്യൻസ് ഉണ്ടെങ്കിൽ, മീൻസ് രസം ഉണ്ടെങ്കിൽ കൂടി ഒടിയൻ കണക്കൊരു ബ്ലെൻഡ് സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ആർട്ട് ഫെയറിനെ പറ്റിയിട്ടുള്ള നറേഷനും മുമ്പ് നെപ്പോളിയൻ മുതൽ ഇപ്പോൾ ഉള്ള ഗാസ വരെയുള്ള കോൺഫ്ലിക്റ്റിലെ സാധനങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. ഇവൻ സബ് ടൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രസകരമായിട്ടാണ്. മീൻസ് ഈ മലയാളത്തിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡുകളല്ല കൊടുത്തിരിക്കുന്നത്. ഒരു മോക്യുമെൻ്ററി സബ് ടൈറ്റിൽ, ഈ സബ് ടൈറ്റിലിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിനെ തന്നെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുള്ളി ഇൻറ്റൻഷനലി ചെയ്തു വെച്ചിട്ടുള്ളതാണെങ്കിൽ അതൊരു ക്രാഫ്റ്റാണ്. മറ്റൊരു പ്രേക്ഷകനായ ഹരികൃഷ്ണൻ. ഇന്ത്യൻ സിനിമകൾ ലോക സിനിമാ വിഭാഗത്തിലും എല്ലാം മത്സരിക്കുന്ന മറ്റ് സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ മികച്ച നിലവാരത്തിലേക്ക് എത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഇന്നലെ കണ്ട ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു, അങ്കമ്മാൾ. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത, എനിക്ക് കണക്റ്റായ ഒരു മികച്ച സിനിമയായിരുന്നു അത്. അതുപോലെ ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഈ പറയുന്ന ഫെമിനിച്ചി ഫാത്തിമ അല്ലെങ്കിൽ സംഘർഷഘടന, നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർക്കിൾ വെച്ച് നോക്കുമ്പോൾ മറ്റ് ലോക സിനിമകൾ എന്ന് നമ്മൾ പറയുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള സിനിമകളെയും അതിനോട് നമ്മൾ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ മികച്ച ഇതിലേക്ക് എത്തുന്നതായിട്ട് എനിക്ക് തോന്നി. റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഒരു ഷോയെ ഉണ്ടാവൂ എന്നുള്ളതൊരു പരിമിതിയാണ്. ഇനി ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ സംഘർഷഘടന, അതിനു മുമ്പ് മീമറിയം ഗംഭീര സിനിമയായിരുന്നു. മീമറിയം കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് സംഘർഷഘടനയ്ക്ക് കയറാൻ എന്തോ ഭാഗ്യം കൊണ്ട് കയറാൻ പറ്റില്ല. കാരണം മീമറിയം കഴിയുന്നത് 11:15 11:30 സംഘർഷഘടനയ്ക്ക് ഇത് തുടങ്ങും. ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ക്യൂ ഇവിടെ ഗേറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ആക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. മൊത്തത്തിൽ നല്ല അഭിപ്രായമായിരുന്നു, നല്ല സിനിമകളുമായിരുന്നു. IFFKയേക്കാൾ ഒന്നുകൂടി ഇനി റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിന് ആൾ കൂടാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം IFFKയിൽ നിന്നും ഒന്നും കൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും മികച്ച സിനിമകൾ കൂടി ആയി വരുന്നത് കൊണ്ട് ഈ മലബാർ സൈഡിലുള്ളവരൊക്കെ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോക്ക് കുറച്ചിട്ട് ഇതിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. 4ാം ദിവസമായ ഇന്ന് കൈരളി തിയേറ്ററിൽ കാലത്ത് 9:30 ബാഗ്ജാൻ, 11:30 ക്വീർ, 2:30 ഐ ആം സ്റ്റിൽ ഹിയർ, വൈകിട്ട് 6:15 മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, രാത്രി 8 ദ റൂം നെക്സ്റ്റ് ഡോർ. ശ്രീ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ: കാലത്ത് 9 ദ ലുക്കിംഗ് ഗ്ലാസ്, 11:15 കിസ് വാഗൺ, ഉച്ചയ്ക്ക് 2:30 ഡസ്റ്റ് ആർട്ട് റീഡ്രോൺ ഇൻ റെസ്പിറേഷൻ, മായുന്നു മാറിവരുന്നു നിശ്വാസങ്ങളിൽ, വൈകിട്ട് 6 മണിക്ക് ഇൻ ദ നെയിം ഓഫ് ഫയർ, രാത്രി 8 മീറ്റിംഗ് വിത്ത് പോൾ പോട്ട്. ARC കോർണേഷനിൽ കാലത്ത് 9:15 മലു,
11:15 ഐ ആം നെവൻക, ഉച്ചയ്ക്ക് 2:15 ഷീപ് ബാൺ, വൈകിട്ട് 6:15 റിഥം ഓഫ് ദമം, രാത്രി 8:15 അണ്ടർഗ്രൗണ്ട് ഓറഞ്ച്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് നടന്നുവരുന്ന മേഖലാ ചലച്ചിത്രോത്സവത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആർട്ട് കഫേ സമാപിക്കുന്നു. നിർവഹണ സഹകരണം ആദിത്യൻ SS. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.